ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയാലോ. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഇത് ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ ഇട്ടുണ്ടായിരുന്ന ഒരു ഔട്ട്ഫിറ്റാണ്. അപ്പോൾ അന്ന് തന്നെ ഞാൻ പെട്ടെന്ന് വേഗം റെഡി ആകാൻ വേണ്ടിയിട്ട്, സമയം ലേറ്റായി, അപ്പോൾ വേഗം റെഡി ആകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ഞാൻ കോമ്പാക്ട് പൗഡർ ഇടുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഈ ഡ്രസ്സിനെ കുറിച്ച് ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിലല്ല, നേരിട്ടും അമ്മയുടെ ഫ്രണ്ട്സ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫോട്ടോസ് കണ്ടിട്ടും ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, അത് കണ്ടിട്ട് കുറേ പേര് നല്ല കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, കണ്ണിൽ നമ്മൾ ഐഷാഡോ പാലറ്റിൽ നിന്ന് ചെറിയൊരു ഒരു സ്കിൻ കളർ എടുത്തിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഈ ഡ്രസ്സിന് മാച്ചാവുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട്, ഷെയ്ഡിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഞാൻ ഒരു ഷെയ്ഡ് എടുത്തിട്ട് മാച്ചിങ് ആവുന്ന രീതിയിൽ ഒരു ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കണ്ണിൻ്റെ മേലെ ചെറുതായിട്ടൊരു ബ്ലാക്ക് ഡാർക്കായിട്ടുള്ളൊരു കണ്ണിൻ്റെ മേൽഭാഗം, എനിക്ക് അണ്ടർ ഐയിലൊന്നും ഡാർക്ക്നെസ് ഇല്ല, പക്ഷേ കണ്ണിൻ്റെ മേൽഭാഗത്തൊരു കുറച്ച് ഡാർക്ക് ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ എനിക്കൊരു കളേഴ്സ് അധികം ഇട്ടാലും വലുതായിട്ട് ഭംഗി എന്താണ് ആ കളർ എടുത്തറിയില്ല, ലൈറ്റായിട്ട് അറിയുള്ളൂ, ഒരു ഡാർക്കായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐലൈനർ കൊണ്ട് ഞാൻ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സമാധാനത്തിൽ തന്നെ ഞാൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ തിരക്കിട്ടിട്ടൊന്ന് ചെയ്യുമ്പോൾ ഈ ഐലൈനർ വരയ്ക്കാൻ നോക്കുമ്പോൾ ഒട്ട് കണ്ണ് കിടുകിടാന്ന് വരയ്ക്കുകയും ചെയ്യും, കൈ അതിനനുസരിച്ച് വരയ്ക്കുകയും ചെയ്യും. എൻ്റെ കൈ ഒന്നാമത് നല്ല വരയിലുള്ളതാണ്. നിങ്ങൾക്ക് ഈ സ്പീഡായിട്ടിൻ്റെ വീഡിയോ പോകുമ്പോൾ അറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ എൻ്റെ കൈ നല്ല വരയ്ക്കുന്നുണ്ടാകും. ഒരാൾക്ക് എഴുതി കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റത്തില്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാജൽ എടുത്തിട്ടുണ്ട്. ഇത് ഏത് കാജലൊന്നും എനിക്കറിയില്ല, ഒരു ആയുർവേദിക്കിൻ്റെയാണ്. അപ്പോൾ ഞാനത് കയ്യിൽ കിട്ടിയതായിരുന്നു, അതെടുത്തിട്ട് വേഗം കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് എഴുതുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊരു നീറ്റിലേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐബ്രോ ഫില്ല് ചെയ്യാൻ പോകണം. ഞാൻ ഐഷാഡോ പാലറ്റിൽ നിന്ന് തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ടാണ് ഐബ്രോ ഫില്ല് ചെയ്യുന്നത്. ഐബ്രോ മസ്റ്റായിട്ട് എനിക്ക് ഫില്ല് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ തന്നെ സ്വയം ത്രെഡ് ചെയ്യാറൊക്കെ ചെയ്യാറ്, നമ്മൾ റൈസർ വെച്ചിട്ടൊക്കെ ത്രെഡ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് ഫില്ല് ചെയ്താലേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. എന്ത് ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് ഐബ്രോ ഫില്ല് ചെയ്യണം, അത് മസ്റ്റാണ്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ മസ്കാര എടുത്തിട്ട് കണ്ണിൽ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഇടുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ഇടുന്നില്ല, ലൈറ്റായിട്ട്. നമ്മൾ എന്തായാലും ഗുരുവായൂർ എത്തുമ്പോൾ ഈവനിങ് ആവും, പിന്നെ നൈറ്റായിട്ടാണ് നമ്മൾ പിന്നെ റിട്ടേൺ വരിക. അപ്പോൾ നമുക്ക് ഒരുപാട് ഇറിറ്റേഷൻ തോന്നരുത്. പിന്നെ അടുത്തത് ഞാൻ ലിപ്പ് ലൈൻ കൊണ്ട് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ലിപ്പ് ലൈനറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ലിപ്സ്റ്റിക്കായിട്ടും ചെറുതായിട്ടൊക്കെ ലിപ്പിലൊന്ന് അപ്ലൈ ചെയ്തതിൻ്റെ സുഖമായിട്ട് നമുക്ക് ഒരു സിമ്പിൾ ലുക്കിനൊക്കെ നല്ലതാണ്. നെക്സ്റ്റ് വന്നിട്ട് ലിപ്സ്റ്റിക്കാണ്, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഡാസ്ലറിൻ്റെ 25 ആ ഒരു നമ്പറിലുള്ള ലിപ്സ്റ്റിക്കാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു പിങ്ക് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലഷ് ഇട്ടതിന് കുറച്ചൊന്ന് നമ്മുടെ ഫേസ് ഒരു ഗ്ലോ ആവുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊന്ന് ഭംഗിയിലൊന്ന് ആക്കി എടുക്കുന്നുണ്ട്. എന്താണെങ്കിലും ആ മുഖം തന്നെ അവിടെ തന്നെ ഉണ്ടാവത്തുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ഒരുപാട് മേക്കപ്പ് ചെയ്ത് കത്തിവേഷം കെട്ടിയ പോലെ നമുക്ക് പോകണ്ടല്ലോ. അപ്പോൾ ഈവനിങ് ആണ്, അതുകൊണ്ട് ഒരു മിനിമലായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ കുളിച്ചിട്ടുള്ളൂ, ഏകദേശം ഒരു 11:30 ആകുമ്പോഴാണ് ഞാൻ റെഡിയാകാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹെയർ സ്റ്റൈൽ മുടി ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാ ഫ്രണ്ടിൽ നിന്ന് ഹെയറൊക്കെ എടുത്തിട്ട് ബാക്കിലൊരു ക്ലിപ്പ് ഇട്ടിട്ട് പിന്നെ ടിക്ടാക്ക് കൊണ്ടൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതാണ് ഒരു ഹെയർ ലുക്ക്. പക്ഷെ നനഞ്ഞ മുടിയായതുകൊണ്ട് ഒട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ചെയിൻ ഇടുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു നെക്ക് പീസ് വലുതായിട്ട് ഇടാന്ന് വെച്ചു, പിന്നെ വേണ്ട, നെക്കിലൊരു ചുരിദാറിൻ്റെ നെക്കിൽ നമുക്ക് ഹെവി ആയിട്ടൊരു വർക്ക് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു നെക്ലെസ് ഇടാമെന്ന് വിചാരിച്ചു. ഹെവി ആയിട്ട് വേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ കമ്മൽ ആദ്യം ഇതിൽ വീഡിയോയിൽ ഒന്നാണ് ഇടേണ്ടത്, പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ കമ്മൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ നമുക്ക് പാൻറ്റ് ഷാളൊക്കെ മാറ്റിയിട്ട് ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഗുരുവായൂർ പോയിട്ടാണ് ബാക്കി വീഡിയോസ്. അപ്പോൾ അങ്ങനെ അമ്മത്തെ ഓരോ വീഡിയോ എടുത്തുതരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോസ് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്, അമ്മൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണം. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.